Happy Beads TV ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഹാപ്പി ബീഡ്സ് ടിവിയുടെ ചാനലും അതുപോലെ തന്നെ ഹാപ്പി ബീഡ്സിന്റെ വ്ളോഗ്സും ഉണ്ട്. രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ബീഡ്സ് ടിവി. സുഖം എല്ലാവർക്കും. ഇന്നത്തെ ഒരു വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളെ കാണിക്കാൻ പോണത്. കണ്ടോ, ഇതാണ് സംഭവം. നമ്മളുടെ പീൽ ഓഫിന്റെ ലിപ് ഗ്ലോസ് പീൽ ഓഫ് ആണ് ഇത്. ഞാൻ വാങ്ങിച്ചത് ദുബായിൽ നിന്നാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഞാനിങ്ങനെ ഓൺലൈനിലൊക്കെ നമ്മളിങ്ങനെ കാണൂലേ, ഇത് ലിപ്പിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ 24 hours ലാസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇത് നമുക്ക് എത്ര സന്തോഷമായിരിക്കില്ലേ. കാരണം വെച്ചാൽ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫംഗ്ഷനിൽ പോയിട്ട് തിരിച്ചു വരില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ചായ കാപ്പിയോ കുടിക്കുമ്പോഴത്തേക്ക് അങ്ങ് പോകും. അപ്പോൾ നമുക്കിങ്ങനെ സ്ഥിരമായിട്ട് നമ്മളുടെ അല്ലെങ്കിൽ 24 hours ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാം. എന്നാലും അതൊന്ന് ലാസ്റ്റ് ചെയ്യാനുള്ള കാണാനുള്ള കൊതി. ഇങ്ങനെ ഇട്ടിട്ട് എടുക്കുന്നു, ലിപ്പിൽ ഇങ്ങനെ കളർ ഇങ്ങനെ നന്നായിട്ട് നിൽക്കുന്നു. എത്ര ഡ്രിങ്ക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് കഴിച്ചാലും ചായ കുടിച്ചാലൊക്കെ അങ്ങനെ തന്നെ പോകാണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടുമ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു ആഗ്രഹത്തിന് പുറത്ത് വാങ്ങിച്ചതാണ് സംഭവം. നമ്മുടെ ലുലു എന്നാണ് വാങ്ങിച്ചത്. ഇങ്ങനെ ഇരിക്കുന്നത് 6 എണ്ണം ഉണ്ട് ഇതിനകത്ത്. കണ്ടോ, പല വെറൈറ്റി ആയുള്ള കളർ ഉണ്ട്. അപ്പോൾ ഏത് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിന് ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് അറൗണ്ട് ഒരു 250 ആ റേറ്റ്, അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ റേറ്റ്. അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 24 hours ലാസ്റ്റ് ചെയ്യുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇടാൻ മറക്കരുത്. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്നും അറിയില്ല, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ട്രൈ ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം എന്താ എക്സ്പീരിയൻസ്. അപ്പോൾ ഏത് കളറും ചൂസ് ചെയ്യണം. കുറേ കളറുണ്ട് ഇതിനകത്ത്. ബ്ലൂബെറി, റെഡ്, ഹണി, പീച്ച്, സ്ട്രോബെറി, റോസ്, ലാവൻഡർ എന്നൊക്കെ പറഞ്ഞ കുറേ കളേഴ്സ് ഉണ്ട്. ഓഫ് കോഴ്സ് എനിക്ക് ഇഷ്ടമുള്ള കളർ എന്ന് വെച്ചാൽ പിങ്കാണ്. പിങ്ക് നമ്മൾ ചുണ്ടിലിടുമ്പം കുറേ പിങ്കായി പോകത്തില്ലേ. അപ്പോൾ ഞാൻ ഹണി പീച്ച് എന്ന് പറഞ്ഞിട്ടൊരു കളറ്, ഈ പീച്ച് കളർ എടുക്കാം. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ചുണ്ടിൽ ആദ്യം ഒന്നും ഉണ്ടാകത്തിട്ട് ഞാൻ ലിപ്സ്റ്റിക്കോ ലിപ് ബാം ഒന്നും എൻ്റെ ചുണ്ടിലില്ല, ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് നമുക്കിത് ഓപ്പൺ ചെയ്യാം. കണ്ടോ, സിമ്പിളായിട്ടുള്ള പാക്കിംഗ് ആണിത്. കണ്ടോ, ഇതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ട്. വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ റോസ് ഹിപ്സ് ഓയിൽ, അലോവേരയുടെ എസെൻസ് ഉണ്ട്, പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട് എസെൻസ് ഒക്കെയാണ് ചേർന്നിരിക്കുന്നത്. ഒരു പ്രോബ്ലം ഇല്ല. മിക്സ്ഡ് വാക്സ് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എഴുതിയിരിക്കുന്നത് ഇത് നമ്മൾ ഫുഡ് കഴിച്ചാലോ വെള്ളം കുടിച്ചാലോ ഒന്നും ഫെയ്ഡ് ആവത്തില്ല. പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. 24 hours മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഇത് ലാസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ വൗ എന്നാണ് എൻ്റെ പേര്. സ്വീറ്റ് റോസ് വൗ ലോങ് ലാസ്റ്റിംഗ് ലിപ് കളർ ഹണി പീച്ച്. ഇതാണ് സംഭവം. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ. ഇതിൻ്റെ ബാക്ക് സൈഡിലും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, ഇൻഗ്രീഡിയൻസിനെ കുറിച്ചും. അതുപോലെ തന്നെ എന്താ പറയുക, ഇത് മേക്കപ്പ് പോവില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അറബിക്കിലാണ് എഴുതിയിരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇതൊന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത്, എങ്ങനെയാണ് എന്നുള്ളത് അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടായിരുന്നു. അപ്പം നമുക്കൊന്ന് ഇട്ട് നോക്കാവേ. അതിപ്പോൾ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്വിസ്റ്റ്, ഇങ്ങനെ നമ്മൾ ഇത് ജസ്റ്റ് ഇങ്ങനെ തുറന്നാൽ മതി. അതിൻ്റെ അറ്റം ഇങ്ങനെ ഇരിക്കണം. കണ്ടോ, തൊടുമ്പോൾ തന്നെ ഒരു ലിക്വിഡ് ആയിട്ടുള്ള സംഭവം പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ ചുണ്ടിലൊന്ന് അപ്ലൈ ചെയ്യാം. ചുണ്ടിൻ്റെ ലിപ്സ്റ്റിക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം, അതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ. അപ്പോൾ നോർമൽ ലിപ്സാണ്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇടേണ്ടത് ജസ്റ്റ് നമ്മൾ കവറിങ് പോലെ കോട്ട് ചെയ്യാനാണ് എഴുതിയിരിക്കുന്നത്. നമുക്കിട്ട് നോക്കാം കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഡ്രൈ ആക്കണം. ഡ്രൈ ആക്കിയിട്ട് പീൽ ഓഫ് മാസ്ക് നമ്മൾ യൂസ് ചെയ്യില്ലേ, സെയിം തന്നെ നമ്മൾ യൂസ് ചെയ്യാനാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വേറെ എല്ലായിടത്തൊക്കെ ആവുന്നുണ്ട്. കളർ വേറെ എല്ലായിടത്തും പിടിക്കുമെന്നറിയില്ല. ഇനി ഏകദേശം ഒരു 20 മിനിറ്റോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആവണം കേട്ടോ. ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം, എന്നാലത് നന്നായിട്ട് പറഞ്ഞു പോകത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക.
20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതുപോലെ തൊട്ട് നോക്കിയപ്പോൾ അത് ഇതുപോലെ കാണുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്ന് പോലെ ഇരിക്കും, ചിലരുടെ പെട്ടെന്ന് ഉണങ്ങുമായിരിക്കും. ടച്ച് ചെയ്ത് നോക്കിയിട്ട് പിടിക്കണമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പീൽ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇച്ചിരി കൂടെ ഉണങ്ങാനുണ്ട് എനിക്ക് ബാക്കി. അപ്പോൾ ഇച്ചിരി നേരം കൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 20 മിനിറ്റ് പോരാ, 25 മിനിറ്റ് വേണ്ടി വരുമായിരിക്കും. ബാക്കി കളേഴ്സൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കയ്യിൽ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ചുണ്ടിൽ പിടിക്കുന്ന പോലെ കയ്യിലൊന്നും ആ കളർ ശരിക്കും കാണാൻ പറ്റില്ല, എന്നാലും ജസ്റ്റ് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കളേഴ്സിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള കളേഴ്സുകളാണ്, എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. ഞാൻ ഒരു പ്രാവശ്യം നോക്കിയിട്ട് കയ്യിൽ അങ്ങനെ പിടിക്കണമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ലിപ്സിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ്സാണ്. പിന്നെ കയ്യിലൊക്കെ എൻ്റെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. ഇതത് കണ്ടോ, എല്ലാത്തിലും അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ച് അത്രയും നല്ലത് കേട്ടോ. വളരെ കെയർ ചെയ്തിട്ട് നമ്മൾ എടുക്കുക. അതുപോലെ കയ്യിലൊന്നും തേച്ചേക്കരുത്, കുട്ടികളുടെ കൺമുമ്പിലൊന്നും വെക്കുകയും ചെയ്യരുതേ. ഏകദേശം 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ആക്കുമ്പോഴത്തേക്കും തന്നെ പറഞ്ഞു വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പീൽ ചെയ്ത് കളയാം. അടിയിൽ ആ കളർ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, നമുക്കത് കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ പല്ലിലൊക്കെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടുമ്പോഴൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുക. ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കുക. വായിലൊന്നും പോകരുത്. എത്രയെന്ന് പറഞ്ഞാലും ഇത് നാച്ചുറൽ ആണെന്നൊക്കെ എഴുതിയെന്ന് പറഞ്ഞാലും അത്ര നാച്ചുറൽ ഒന്നും ആയിരിക്കണമെന്നില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമുക്കിതുപോലെ വായിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നന്നായിട്ട് വാഷൊക്കെ ചെയ്യുക. റിസൾട്ട് എന്ന് പറയുന്നത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആവുന്നുണ്ട് കയ്യിൽ. ഈ അറ്റം പോലെ ആ അറ്റം വരെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ലിക്വിഡ് ടൈപ്പ് അല്ലേ, പെട്ടെന്ന് അത് പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊക്കെ നമ്മുടെ ചുണ്ടിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുഴപ്പമൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ഡ്രൈനെസ് ഒന്നുമില്ല, വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ കവറേജ് തരില്ല കേട്ടോ. പിന്നെ നെഗറ്റീവായിട്ട് പറയാനുള്ളത് അതുപോലെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ കയ്യിലും നമ്മളുടെ വായിലൊക്കെ സ്പ്രെഡ് ആവുന്നുള്ളതാണ്. പിന്നെ ഏകദേശം ഒരു 6 മണിക്കൂറാണ് ലാസ്റ്റ് ചെയ്തത്. അതിൽ കൂടുതലൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട. പിന്നെന്ന് വെച്ചാൽ ഡെയിലി ഒന്നും ഉപയോഗിക്കരുത്. വല്ല കാലത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് ഇത് ട്രൈ ചെയ്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്യും കേട്ടോ. ആമസോണിൽ അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ എന്തെങ്കിലും നമ്മുടെ ലിങ്ക് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സംഭവം വാങ്ങിക്കാനുള്ള ലിങ്ക് ഇട്ടുതരാം കേട്ടോ. അപ്പോൾ വാങ്ങിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാ കളറും മാറി ഇട്ട് നോക്ക്. അപ്പം ഞാനിതിപ്പോൾ ഇട്ടു, ഇനി നാളെ ഞാൻ വേറെ ഇട്ടു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടെ കാണിക്കുമ്പോൾ ഒരു വലിയ ലോങ് വീഡിയോ ആയിപ്പോൾ. ഇപ്പോൾ ഇന്ന് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇടുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല. സംഭവം കൊള്ളാം. അങ്ങനെ പോകണമെന്നില്ല, പ്രസന്റ്ലി ഇത് പോയിട്ടൊന്നും. ഇതുപോലത്തെ അടിപൊളി കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു രസമല്ല ഇതൊക്കെ ട്രൈ ചെയ്യണമെന്ന്. ഞാനൊരു രസത്തിന് ട്രൈ ചെയ്തതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇടണമെന്നൊരു ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ റിസൾട്ട് പറയണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ഇടണേ. ഒരു ദിവസം നമുക്ക് അത് കമൻസ് ഒക്കെ ഒന്ന് വായിച്ച് രസിക്കാമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതുമയായിട്ട് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.